ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ജാനുവരി 2024, അതായത് 2024 ആദ്യത്തെ മാസത്തെ സ്മാർട്ട് ഫോൺ ലോഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇൻഫാക്ട് ഞാനിപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഒരു മാസീവ് ലിസ്റ്റ് ഓഫ് ഫോൺസ് ആണ് വരുന്നത് ഈ 2024 ജാനുവരി. കാരണം സ്റ്റാർട്ട് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ എല്ലാ ബ്രാൻഡിനും ഫോൺസ് ലോഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലുണ്ട്, പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്, മിഡ് റേഞ്ചിലുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, വളരെ അഫോർഡബിൾ കാറ്റഗറിയിൽ, എല്ലാ കാറ്റഗറിയിലും പുതിയ ഡിവൈസസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേറ്റ് വൈസ് ഒന്ന് തുടങ്ങാം. അറിവുള്ള ഡേറ്റ്സും പിന്നെ ഡേറ്റ്സ് അനൗൺസ് ചെയ്യാത്തതും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ജാനുവരി 4 അതായത് അടുത്ത ആഴ്ച 4 ഫസ്റ്റ് ലോഞ്ചാണ്. അന്നാണ് റെഡ്മി നോട്ട് 13 സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. 3 ഡിവൈസസ് വരുന്നത്. റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5G, റെഡ്മി നോട്ട് 13 പ്രോ 5G, അതേപോലെ റെഡ്മി നോട്ട് 13 5G, 3 വരുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ ചൈനയിൽ അനൗൺസ് ചെയ്ത സ്പെക്സ് തന്നെയാണ് വരുന്നത്. റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് 5Gയിൽ ആദ്യമായിട്ട് IP68 റേറ്റിംഗ് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, കർവ് ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ 200 മെഗാപിക്സൽ OIS ക്യാമറ. അപ്പോൾ ഏറെക്കുറെ ചൈനയിൽ അനൗൺസ് ചെയ്ത സ്പെക്ക് തന്നെയാണ്. പിന്നെ റെഡ്മി നോട്ട് 13 പ്രോ 5Gയിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്പാണ് വരുന്നത്. ഒരു പുതിയ ചിപ്പാണ്. വീണ്ടും തന്നെ 200 മെഗാപിക്സൽ ക്യാമറ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ല ബാറ്ററി ലൈഫും ചാർജിങ് സ്പീഡ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട്. നോട്ട് 13 സീരീസ്, അതായത് ബേസ് നോട്ട് വേരിയൻറ്റും ഇത്തവണ നല്ല അപ്ഗ്രേഡ്സ് ഉണ്ട്. 120 Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്, 108 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്. അപ്പോൾ എല്ലാ ഡിവൈസസിലും അക്രോസ് ദ ബോർഡ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഗ്രേഡ്സ് ഉണ്ട് എന്ന് പറയാം കഴിഞ്ഞ വർഷത്തേക്കാളും. അപ്പോൾ ആ ഒരു സീരീസ് റെഡ്മി നോട്ട് സീരീസ് നമുക്കറിയാലോ, റെഡ്മി നോട്ട് സീരീസ് പ്രൈസ് ഒന്ന് ചേഞ്ച് ചെയ്യുണ്ടായി. അതായത് 20,000 to 30,000 സെഗ്മെന്റിലേക്ക് പോവുകയുണ്ടായി. കാരണം പ്രീമിയം ഫീച്ചേഴ്സ് ഓഫർ ചെയ്തായിരുന്നു. അപ്പോൾ റെഡ്മി നോട്ട് 13 സീരീസ് പ്രോബബ്ലി ബഡ്ജറ്റ് സെഗ്മെന്റ്, അതായത് ഒരു 15,000 to 20,000 റുപ്പീസിനകത്താണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മീൻ്റെ ലോഞ്ചസ് ഫസ്റ്റ് വീക്ക് ഓഫ് ജാനുവരി 2024. അപ്പോൾ പ്രൈസിങ് നമുക്ക് ഒട്ടും ഒരു ഐഡിയ ഇല്ല. പ്രോബബ്ലി കഴിഞ്ഞ വർഷത്തെ അതേ പ്രൈസിങ് തന്നെ എക്സ്പെക്ട് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല അപ്ഗ്രേഡ്സ് ഉണ്ട്. പ്രൈസ് കൂടുകയോ കുറയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. പിന്നെ സെയിം ഡേ ജാനുവരി 4 തന്നെയാണ് വിവോൻ്റെ X100 സീരീസ് വരുന്നത്. നമുക്കറിയാം വിവോൻ്റെ ക്യാമറ സെൻട്രിക് ഡിവൈസസ് ആണ് X സീരീസ്. അപ്പോൾ ഇത്തവണയും തന്നെ അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. ഡിമെൻസിറ്റി 9300 ചിപ്പാണ് വരുന്നത്. വളരെ പവർഫുള്ളായ ഡിമെൻസിറ്റിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. നല്ലൊരു ടെലിഫോട്ടോ ലെൻസും എല്ലാം തന്നെ അടിപൊളി സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിവോൻ്റെ ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. വിവോൻ്റെ തന്നെ ഡെഡിക്കേറ്റഡ് ചിപ്പും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇത്തവണ IP68 റേറ്റിംഗ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്. പിന്നെ ക്യാമറാസ് നമ്മൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി ക്യാമറാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് നമ്മൾ ചാനലിൽ 4 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാത്തിൻ്റെയും കവറേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 4 ലോഞ്ച്. വിവോന് 2 സീരീസാണ് വേണ്ടത്, X100ഉം X100 പ്രോവും. വലിയ ചേഞ്ചസ് ഒന്നുമില്ല ഇത്തവണ. X100 പ്രോയിൽ എനിക്ക് തോന്നുന്നു 5x സൂം ഉണ്ട്, മറ്റേ 3x സൂമിലാണ്. ടെലിഫോട്ടോ ലെൻസ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ പോലെ പ്രോസസ്സർ ഡിഫറൻസ് ഒന്നുമില്ല, പ്രോസസ്സർ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ വിവോ X100 സീരീസാണ് ജാനുവരി 4 വരുന്നത്. X100ഉം X100 പ്രോവും വരുന്നുണ്ട്. അപ്പോൾ 2 ഡിവൈസ്. അഗെയിൻ അതൊരു പ്രീമിയം സെഗ്മെൻറ്റ്. അപ്പോൾ അറൗണ്ട് 50,000 പ്ലസ് നമുക്ക് പ്രൈസ് എക്സ്പെക്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു അറൗണ്ട് 60-65 അല്ലെങ്കിൽ ടോപ്പ് എൻ വേരിയൻ്റ് അതിലും കൂടാനുള്ള ചാൻസ്. സൈസ് ഒപ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ക്യാമറ സെൻട്രിക് ഡിവൈസസ് അടിപൊളി ഹാർഡ്വെയർ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഐക്യൂൻ്റെ ഒരു ഡിവൈസാണ്. ഐക്യൂ നിയോ 9 പ്രോ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതിപ്പം ചൈനയിൽ ലോഞ്ച് ചെയ്താണ്. നിയോ 9ഉം നിയോ 9 പ്രോവും 2 ഡിവൈസസാണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിൽ പ്രോ വേരിയൻറ്റ് മാത്രമേ ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ അതിലൊരു ചേഞ്ച് എന്താ വെച്ചാൽ ഐക്യൂ നിയോ 9 ചൈനീസ് വേരിയൻ്റ് ആണ് പ്രോ ആയിട്ട് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉള്ളത്. അതേ സ്നാപ്ഡ്രാഗൺ Gen 2 ചിപ്പാണ് വരുന്നത് എന്നാണ് കേട്ടത്. അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും നല്ല ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനാണ് ഐക്യൂ നിയോ 9 ഓഫർ ചെയ്തിരിക്കുന്നത്, നിയോ 9 പ്രോ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു OnePlus 12R കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഐക്യൂ ഇറക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യും. ഇതിന് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്യില്ല. പ്രോബബ്ലി ജാനുവരിയിൽ വരും എന്ന് മാത്രമേ എനിക്കൊരു ഐഡിയ ഉള്ളൂ. എന്ന് വരും അല്ലെങ്കിൽ എന്തായിരിക്കും പ്രോസസ്സർ, എന്തായിരിക്കും ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമുക്കറിയില്ല. ഇപ്പോൾ കിട്ടിയ അറിവ് വെച്ച് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഐക്യൂ നിയോ 9 ആയിരിക്കും ഇന്ത്യയിൽ നിയോ 9 പ്രോ ആയിട്ട് വരാൻ പോകുന്നത്. ചൈനയിൽ നിയോ 9 പ്രോ വേറെ ഉണ്ട്, അത് ഡിമെൻസിറ്റി
Dimensity 9300 അതായിരിക്കും ഇന്ത്യയിൽ വരുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അഗെയിൻ ഇതെല്ലാം ഒരു ഊഹമാണ്, നമുക്ക് അറിയില്ല എന്നാണ് വരുന്നത്, ഡേറ്റ് എന്നാണ് അനൗൺസ് ചെയ്യില്ല. പക്ഷേ വരുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്, കാരണം കമ്പനി നമ്മുടെ അടുത്ത് പറയണ്ടായി iQOO Neo 9 Pro വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ഓപ്പോൻ്റെയാണ്. അപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഓപ്പോൻ്റെ Reno 11 സീരീസ് ആണ് വരുന്നത്. അപ്പോൾ അഗെയിൻ Reno സീരീസ് നമുക്കറിയാമല്ലോ, വീണ്ടും ക്യാമറ സെൻട്രിക് ആണ്. മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഒരു 30,000 to 50,000 റുപ്പീസിൻ്റെ സെഗ്മെൻറ്റിലാണ് Reno സീരീസ് വരുന്നത്. കഴിഞ്ഞ തവണ Reno 10 ഇറങ്ങിയപ്പോൾ Reno 10, 10 Pro Plus അങ്ങനെ 3 ഇറങ്ങിയത്. ഇത്തവണ എനിക്ക് ഒന്ന് 2 വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ Reno 11 11 Pro ആണ് വരുന്നത്. രണ്ടിലും തന്നെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, 2x ഒപ്റ്റിക്കൽ സൂം വെച്ചുള്ള ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അപ്പോൾ അഗെയിൻ ക്യാമറ സെൻട്രിക് ഡിവൈസസ് മിഡ് റേഞ്ചിൽ വിവോൻ്റെ V29 Pro സീരീസിനെ വെല്ലുവിളിക്കാനാണ് Reno സീരീസ് വരുന്നത്. അപ്പോൾ അതേ കാറ്റഗറിയിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ആസ് ഓഫ് നൗ, പക്ഷേ ജനുവരി ലാസ്റ്റ് വീക്കിലാണ് ലോഞ്ച് വരുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. ഓൾമോസ്റ്റ് ക്ലോസർ ടു എൻഡ് ഓഫ് ജാനുവരിയാണ് വരുന്നത്. അഗെയിൻ 2 സീരീസ് വരാൻ ചാൻസ് ഉണ്ട്. Reno 11 Proയും Reno സ്റ്റാൻഡേർഡ് Reno 11 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഡിവൈസസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ജാനുവരി എൻഡോടുകൂടിയാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമുക്കറിയാം സാംസങ്ങിൻ്റെ S24 സീരീസ്. അഗെയിൻ ഇതിൻ്റെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ജാനുവരിയിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അഗെയിൻ അതൊരു അപ്ഗ്രേഡ് ആണ്. നമുക്കറിയാമല്ലോ Snapdragon 8 Gen 3 ആയിരിക്കും ഇത്തവണയും വരുന്നത്. പിന്നെ ക്യാമറാസിൽ കരുത്തനായ ഒരു ഫോണാണല്ലോ സാംസങ്ങിൻ്റെ S24 Ultra സീരീസ്. അപ്പോൾ ഇത്തവണയും 3 ഡിവൈസ് തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വരും എന്നുള്ളത്. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ജാനുവരി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫെബ്രുവരിയിലാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് വരുന്നത്. അതിന് മുമ്പാണ് സാധാരണ ലോഞ്ച് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഞാൻ ജാനുവരി തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ വൺ പ്ലസിൻ്റെ അഗെയിൻ OnePlus 12ഉം 12R 2 ഫോണാണ് വരുന്നത്. അത് ജാനുവരി 23rd 24th വരുന്നത്. അപ്പോൾ അഗെയിൻ രണ്ടും അടിപൊളി ഡിവൈസാണ്. OnePlus 12 ഒബ്വിയസ്ലി Snapdragon 8 Gen 3 ചിപ്പായിരിക്കും. അഗെയിൻ നല്ലൊരു ക്യാമറ സെറ്റപ്പും ഹാസൽബ്ലാഡ് ട്യൂണിങ്ങും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആയിരിക്കും. OnePlus നമുക്കറിയാമല്ലോ, എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ ആണ് അവർ OnePlus ഫോൺസിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അറൗണ്ട് 60,000 to 70,000 റുപ്പീസ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കാനാണ് എനിക്ക് ചാൻസ് തോന്നുന്നത്. അപ്പോൾ അതേ പ്രൈസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം OnePlus 12. പിന്നെ OnePlus 12R ഇത്തവണ Snapdragon 8 Gen 2 ചിപ്പായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ തവണ OnePlus 11R അടിപൊളി ഒരു എന്താ പറയുക ഡിവൈസ് ആയിരുന്നു, 39,999. അപ്പോൾ ഇത്തവണയും അതേ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് വരാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ വെയിറ്റ് ആൻഡ് സീ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് പ്രൈസിങ് നമുക്ക് അറിയില്ല. അഗെയിൻ അതിൻ്റെ ഡിവൈസിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് ചാനലിൽ. അഗെയിൻ അതൊരു ജാനുവരി അവസാനത്തോടു കൂടിയേ വരുന്നുള്ളൂ. അഗെയിൻ ആദ്യത്തെ ആഴ്ച വരുന്ന ഒരു ഡിവൈസ് അല്ല. ഇതുകൂടാണ്ട് തന്നെ നമുക്ക് പോക്കോൻ്റെ സീരീസ് വരുന്നുണ്ട്. പോക്കോൻ്റെ X6 സീരീസ്. കഴിഞ്ഞ തവണ X5 Pro ഇറങ്ങിയിരുന്നു, അതേപോലെ പോക്കോ X5 ഇറങ്ങിയായിരുന്നു. ഇത്തവണ പോക്കോ X6 സീരീസാണ്. X6 സീരീസിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് Dimensity 8300 ആ ചിപ്പാണ് വരുന്നതെന്നാണ്. അപ്പോൾ X6 Proയിലായിരിക്കും ആ ചിപ്പ് വരുന്നത്. X6 എനിക്ക് തോന്നുന്നു Redmi Note 13ൻ്റെ വേർഷൻ ആയിരിക്കാനാണ് ചാൻസ്, റീബ്രാൻഡഡ് ആയിരിക്കാനാണ് ചാൻസ്. പക്ഷേ X6 Pro കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേരിയൻ്റ് ആണ്. ഇൻഫാക്ട് Redmi K70E എന്നുള്ളൊരു ഡിവൈസ് ഉണ്ട്, അതാണ് റീബ്രാൻഡ് ചെയ്ത് വരുന്നത് ഇന്ത്യയിലേക്ക്. അത് ഇന്ത്യയിലേക്ക് വരാത്തൊരു ഡിവൈസാണ്. അപ്പോൾ അതാണ് റീബ്രാൻഡ് ചെയ്ത് വരുന്നത്. അഗെയിൻ പവർഫുൾ ഡിവൈസാണ്. 120 Hz AMOLED ഡിസ്പ്ലേ, എല്ലാം തന്നെ അടിപൊളി സ്പെക്കാണ്. 64 MP OIS ക്യാമറ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും 90 watt ചാർജിങ് ഉണ്ട്. Dimensity 8300 ഒരു എന്താ പറയുക, ഒരു വളരെ പവർഫുൾ ഡിവൈസ് ആട്ടോ. അപ്പോൾ അത് ഇത്തവണ വീണ്ടും എനിക്ക് തോന്നുന്നു X6 സീരീസ് നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പോക്കോ F5 അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലേ. എനിക്ക് തോന്നുന്നു ആ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ഡിവൈസ് ആയിരുന്നു പോക്കോ F5. അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണ X6 സീരീസും X6 Proയും എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും പോക്കോൻ്റെ തരുന്നത്. അപ്പോൾ ആ ഒരു സീരീസ് വരുന്നുണ്ട് X6 സീരീസ്. ഇത് കൂടാണ്ട് നമുക്ക് അറിയാത്ത ഏതൊക്കെ ഫോൺസ് അറിയില്ല. ഇൻഫിനിക്സും ടെക്നോയും അതേപോലെ തന്നെ രണ്ടും ജാനുവരിയിൽ ഫോൺസ് ഇറക്കുന്നുണ്ട്. മേ ബി അതൊരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിരിക്കും, കാരണം 15,000 റുപ്പീസിന് താഴെ ആയിരിക്കാനാണ് ചാൻസ്. എഗെയിൻ എനിക്ക് അറിയില്ല ഏതാ ഡിവൈസ് എന്നുള്ളത്, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഇൻഫിനിക്സും ടെക്നോ രണ്ടും തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ ഓൾമോസ്റ്റ് കൺഫർമേഷൻ ആയിട്ടുണ്ട്. ഏത് ഡിവൈസാണെന്നുള്ളത് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജാനുവരിയിൽ ലോഞ്ച്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബ്രാൻഡ്സിനും ഉണ്ട്. റെഡ്മി, വിവോ, ഓപ്പോ, iQOO, സാംസങ്, പോക്കോ,
അതേപോലെ ഇൻഫിനിക്സ്, ടെക്നോ, വൺ പ്ലസ്, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും ജാനുവരിയിൽ ലോഞ്ചസ് ഉണ്ട്. അപ്പോൾ ജാനുവരി ഒരു പവർ പാക്ഡ് മന്ത് ആയിരിക്കും ജാനുവരി 2024. ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസും ഞാൻ ട്രൈ ചെയ്യാൻ കവർ ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന ഡിവൈസ് ഡെഫിനറ്റ്ലി നമ്മൾ അൺബോക്സിങ് ബാക്കി എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ്. ബാക്കി കിട്ടാത്തത് എനിക്ക് തോന്നുന്നു പിന്നെ സാംസങ്ങിന് വേറൊരു സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. സാംസങ്ങിൻ്റെ A15ഉം A25 ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, മിഡ് റേഞ്ച് 5G ഡിവൈസസ് ആണ്. വലിയ അടിപൊളി സ്പെക്കൊന്നുമല്ല. അതും ജാനുവരി ഫസ്റ്റ് വീക്കാണ് സെയിൽ വരുന്നത്. ലോഞ്ച് ചെയ്ത് ഓൾറെഡി ഇന്നലെ ഞാൻ തന്നോടെ ലോഞ്ച് ചെയ്തു. പക്ഷേ സെയിൽ ജാനുവരി ഫസ്റ്റ് വീക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും വേറൊരു മിസ്സായി പോയ ഒരു സീരീസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കാം. ഡിവൈസ് കിട്ടുന്നതിനനുസരിച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അഗെയിൻ ഹോപ്പ്ഫുള്ളി നമുക്ക് എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ജാനുവരി 2024 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡിവൈസസ്. അപ്പോൾ നിങ്ങൾ ഏതിനാണ് എക്സൈറ്റഡ്, നിങ്ങൾക്ക് ഏതാണ് വെയിറ്റിംഗ്, ഏത് ഡിവൈസാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. പോണതിന് മുമ്പ് എല്ലാവർക്കും വിഷിംഗ് യു ഓൾ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ ഗ്രേറ്റ് ഡേ.